ഇവിടെ ഇരുന്നാ മതി, ആളിപ്പോ വരും. ലാല് കല്യാണം കഴിക്കാതിരിക്കുന്ന നമുക്കെല്ലാം കൊണ്ടും നല്ലത്. കല്യാണം കഴിക്കണ്ടെന്ന് അവനും കൂടി തോന്നണ്ടേ? നിനക്ക് ഇളയ ഒരുത്തിയും കൂടെ ഉണ്ട്. അവളോടാണെങ്കിൽ നിന്റെ അമ്മയ്ക്ക് മുടിഞ്ഞ സ്നേഹോ. അതിനെ കെട്ടിച്ചയക്കുമ്പോ തന്നെ മുക്കാഭാഗം സ്വത്തും തീരും. നമുക്കേ കാലണ കിട്ടാൻ പോകുന്നില്ല. കൊറേ തന്നല്ലോ, എല്ലാം നിങ്ങൾ വിഴുങ്ങുമല്ലായിരുന്നോ? ഞാനെന്ത് വിഴുങ്ങിന്ന്? നിന്റെ ആഡംബരത്തിനെ കിട്ടിയതൊന്നും പോരാ മോളെ. എന്താ രണ്ടാളും കൂടി? അറിഞ്ഞല്ലോ അമ്മേ, ലാലൊരു പെണ്ണ് കണ്ട കാര്യം. അവനെന്നെ കാണാൻ വന്നായിരുന്നു. നല്ല പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. കാണുമ്പോ ഒക്കെ നന്നായിട്ട് തോന്നും അമ്മായി, വന്നു കഴിയുമ്പോഴാ കുഴപ്പം. ഞാൻ ലാലുമോനോട് പ്രത്യേകം പറഞ്ഞായിരുന്നു കേട്ടോ, അമ്മയുടെ ടേസ്റ്റിന് പറ്റാത്ത ആരെയും വീട്ടിലോട്ട് കെട്ടിയെടുക്കണ്ടെന്ന്. അവന്റെ ചേട്ടന്റെ അനുഭവം അവൻ അറിയാലോ. അതുകൊണ്ട് നോക്കിയും കണ്ടുവേ ഒരു പെൺകുട്ടിയെ തെരഞ്ഞെടുക്കൂ. പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് അവൻ പറയുന്ന പോലെ അത്ര പാവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കും പോരാത്തതിന് പെൺകുട്ടിയുടെ അച്ഛൻ വക്കീലാന്നാ പറഞ്ഞിരിക്കുന്നേ. വക്കീലന്മാരെ പൊതുവെ അമ്മായിക്ക് അത്ര പിടിക്കൂലല്ലോ. അമ്മമാര് വക്കീലായാലേ കുഴപ്പമുള്ളൂ. അങ്ങനെ വന്നാ വീട്ടിനകത്ത് വാദപ്രതിവാദങ്ങൾ കൂടും. അതെ അതെ, പിന്നെ വിധി പറയുന്നതും അത് നടപ്പിലാക്കുന്നതൊക്കെ അമ്മായി തന്നെ ആയിരിക്കുമല്ലോ. പ്രേമ, എന്തോ ചിരി കൂടുതൽ വേണ്ട. അറിയാതെ ചിരി വന്നു പോയതാ. ഏതായാലും ഞാൻ ഉടനെ പുറത്തു വരും. കുഴഞ്ഞല്ലോ. അത് കഴിഞ്ഞ് ഞാനും അവനും കൂടെ പോയി അവളെ കാണും, അവളുടെ വീട്ടുകാരി. അതിനുശേഷവേ അവൻ അവളെ കെട്ടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കൂ. അത് പിന്നെ അമ്മായി കാണാതെ നമ്മുടെ കുടുംബത്തിനകത്ത് ഒന്നും നടക്കൂലല്ലോ. ആ, രണ്ടാളും എന്റെ ചാരിമുള കാണാൻ പോയിരുന്നു. പോയിരുന്നു. അവൾക്ക് ഒരേ സങ്കടം, അമ്മ ജയിലിൽ കിടക്കുന്നുണ്ട് അല്ലേ? ആ സങ്കടം ഇതുവരെ തീർന്നില്ലേ? അമ്മ കുറെ നാളായല്ലോ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. എന്നാലും അമ്മ ഇല്ലാത്ത വീടിനെ പറ്റി ഞങ്ങൾക്കാർക്കും സങ്കല്പിക്കാനേ പറ്റുന്നില്ല. അമ്മായി പുറത്തിറങ്ങുന്നത് സ്ഥിരമായിട്ടാണോ അതോ പരോളിലോ? സ്ഥിരമായിട്ട് പുറത്തിറങ്ങാൻ സമയമായിട്ടില്ല. അത് ഭാഗ്യമായി. പരോള. ലാല് കണ്ട പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ കല്യാണം കഴിഞ്ഞാ ഞാൻ തിരിച്ചു വരത്തുള്ളൂ. അമ്മായി, ഞങ്ങൾ ഇടയ്ക്ക് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോയപ്പോ ആ നശൂലങ്ങളെ കണ്ടായിരുന്നു. അമ്മായിയുടെ മൂത്ത മരുമോളെ അവളുടെ അമ്മയും. പരിസരം പോലും നോക്കാതെ ഞാൻ കാറി തുപ്പിയിട്ടാ വന്നത്. ചോദിച്ചു നോക്കവളോട്. ആ, ഞാൻ സ്ഥലകാല ബോധമൊന്നും ഇല്ലാതെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. അവളുടെ അമ്മ ഞങ്ങളെ ജയിലിൽ കയറ്റുകയാണെങ്കിൽ കേട്ടിട്ടെ. ആ, ഞാൻ ജയിലിൽ കിടക്കുമെന്ന് ഉറപ്പായിരുന്നെങ്കിൽ അവളുടെ അമ്മയുടെ കൂടെ തലമണ്ട അടിച്ച് പൊട്ടിച്ചിട്ടേ ഇങ്ങോട്ട് വരത്തോളായിരുന്നു. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ അമ്മായി. അത് തന്നെ. ആ ഹെമേ, ആ വീട്ടുവിളപ്പിൽ അവനോ അവളോ കയറിയ ആ നിമിഷം എന്നെ വിവരം അറിയിക്കണം. ഓ, അതിനുള്ള ധൈര്യമൊന്നും ഹരിയേട്ടനില്ല. ഇവനൊക്കെ ആണാന്ന് പറയാൻ പറ്റൂ? അമ്മായിയുടെ മൂത്ത മോനൊക്കെ തന്നെ സമ്മതിച്ചു. എങ്കിലും പറയുക, സ്വന്തം അമ്മയെ ജയിലിൽ കേട്ടിട്ടേ ഭാര്യയുടെ സാരിത്തലപ്പം പിടിച്ച് നടക്കുന്ന ഇവനൊക്കെ ആണും പെണ്ണും കെട്ടവനാ. ആണിന്റെ വില കളയുന്നവനാ. അമ്മയെ കണ്ടിട്ട് പോകുമ്പോ മനസ്സിനകത്തൊരു ഭാരമാ. അതുകൊണ്ടാ ഇടയ്ക്ക് മുറയ്ക്കും വരാത്തെ. ഇവിടെ വന്ന അമ്മായിയെ കണ്ടു കഴിഞ്ഞാ ഇവള് ഒരേ കരച്ചിലാ. 2 ദിവസത്തേക്ക് ആഹാരം പോലും കഴിക്കത്തില്ല. നിങ്ങൾ പൊയ്ക്കോ. ചാരുമോളോട് ഞാൻ ഉടനെ പരോളിൽ ഇറങ്ങുമെന്ന് വിളിച്ചു പറഞ്ഞേക്ക്. ഞങ്ങള് പോട്ടെ അമ്മായി. പെട്ടെന്ന് ഈ നരകത്തിന്ന് അമ്മായിക്ക് ഇറങ്ങാൻ കഴിയട്ടെ. പാടി. ശരി അമ്മ. സദാനന്ദ മുതലാളിയുടെ മകനും ജയിലിൽ കിടക്കുമെന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്ന് മാത്രമല്ല,
ജയിലിനകത്തും പുറത്തും വേണ്ടി വന്നാൽ എന്നെ തല്ലാൻ ആളുണ്ടെന്നും എനിക്ക് പിടികിട്ടി കഴിഞ്ഞു. ഇപ്പൊ ജാമ്യം കിട്ടിയതുകൊണ്ട് താൽക്കാലികമായിട്ട് പുറത്തിറങ്ങാൻ പറ്റി. ഇനി ഒരു പക്ഷെ ജയിലിലേക്ക് വരേണ്ടി വന്ന അത് അവനെ തീർത്തിട്ടായിരിക്കും, ആ ബുള്ളറ്റ് ജഗനെ. അല്ല കാർത്തി, ആ ജഗൻ മാത്രമാണോ പ്രതി? അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചവളോ? അഡ്വക്കേറ്റ് വിജയകുമാർ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കേസ് വാദിക്കുന്നുണ്ട്. അയാൾക്ക് വേണ്ടി പലപ്പോഴും സഹായം ചെയ്തിട്ടുള്ളത് ഞങ്ങളാ. ഇവൻ അയാൾക്ക് ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ പോലും അവർക്കിട്ട് 2 തല്ലു കൊടുക്കാനും നമ്മളൊക്കെ തന്നെയാ പോയിട്ടുള്ളത്. എന്നാൽ ഇവിടെ അയാളുടെ ഭാര്യയും മകളും ഈ നാട്ടിലെ ഏറ്റവും കരുത്തനായ ഒരു ഗുണ്ടയെ കൂട്ടുപിടിച്ചിരിക്കുക. അതുകൊണ്ട് യഥാർത്ഥ പ്രതി അവര് തന്നെയാ, ആ അമ്മയും മകളും. കൂട്ടത്തിൽ കുഴപ്പക്കാരി അല്ലാത്തവളെയാ നമ്മൾ കുഴപ്പിച്ചിരിക്കുന്നത്, ഭാഗ്യലക്ഷ്മിയുടെ മൂത്ത മകൾ. ഇനിയിപ്പോ ഇളയവളെയും തിരഞ്ഞു പിടിച്ച് കൊത്തണം. നമ്മൾ പുറത്തു വന്ന സ്ഥിതിക്ക് ബുള്ളറ്റ് ജഗനെ അകത്താക്കിയാലോ? എന്തിന്? വീണ്ടും നമ്മൾ ജയിലിലേക്ക് ചെല്ലുമ്പോ അവന്റെ കൈകൊണ്ട് ചാവാനോ? തീർക്കണം. നമ്മൾ അകത്തേക്ക് പോവുകയാണെങ്കിൽ അതിനു മുമ്പ് അവനെ തീർക്കണമെന്നാ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അവന്റെ കൈയും കാലും വെട്ടി ജഡം കണക്കി അവനെ കിടത്തണം. അതാ കൂടുതൽ നല്ലത്. കാർത്തി പറഞ്ഞാ മതി, അതുപോലെ ഞങ്ങൾ ചെയ്തോളാം. പിന്നെ ചെയ്തു. നിന്നെ കൊണ്ടോ എന്നെ കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനെ കെണിപ്പെടുത്താനേ പറ്റൂ. കെണി വെച്ച് പിടിക്കണം. അതിന് അവന്റെ റൂട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതിനൊക്കെ ഉസ്താദായ ഒരാളുണ്ട് എന്റെ വീട്ടില്. അവന്റെ തല്ലുകൊണ്ട് കിടക്കുന്ന എന്റെ അച്ഛൻ. ഇനിയിപ്പോ അച്ഛനോട് ചോദിക്കാതെ ഒരു ചുവട് ഞാൻ മുന്നോട്ട് വയ്ക്കില്ല. ബുള്ളറ്റ് ജഗന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കട്ടെ. നിങ്ങൾക്ക് പോകാൻ ജീപ്പ് വരും, അത് കയറി പൊയ്ക്കോ. ഞാൻ കാറിലങ്ങ് വന്നോളാം. സൂക്ഷിക്കണേ കാർത്തി. ഈ ലോകത്തിപ്പോ എനിക്ക് ഒരാളെ ഭയമുള്ളൂ. അവനേതായാലും ഞാൻ പുറത്തിറങ്ങി ഒരു അറിഞ്ഞു കാണില്ല. നീ വന്നോ? എങ്ങനെയുണ്ടച്ചാ? തല്ലുകൊണ്ടാ നോവും. ഇപ്പോഴും നല്ല നൊമ്പരമുണ്ട്. അവന്റെ ഇടിയുടെ വെയിറ്റ് എന്നേക്കാൾ നന്നായിട്ട് നിനക്കറിയാലോ. ശരീരം ചതഞ്ഞെന്ന് തന്നെ പറയാം. ദിവസവും ഒരു വൈദ്യനിവിടെ വരുന്നുണ്ട്. അയാൾ കുഴമ്പിട്ട് തടവിയിട്ടും വേദന അങ്ങോട്ട് കുറയുന്നില്ല. അവൻ തന്നെ ഞാൻ തല്ലിയതല്ലേ? അല്ലാതെ ഈ നാട്ടിൽ നമ്മുടെ നേരെ കൈവക്കാൻ വേറെ ആർക്കാടാ ധൈര്യമുള്ളേ? ഇനിയിപ്പൊ നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റില്ലല്ലോ അച്ഛാ. അതുകൊണ്ടാ നിന്നോട് പറഞ്ഞത് അവനെ അനുനയിപ്പിച്ച് നമ്മുടെ കൂടെ നിർത്തണമെന്ന്. ഈ സംഭവത്തിന് ശേഷം പലരോടും ഞാൻ ബുള്ളറ്റ് ജഗനെ കുറിച്ച് സംസാരിച്ചു. എല്ലാവർക്കും അവനെ ഭയവാ. അല്ല, പുറത്തുള്ളവരുടെ കാര്യം പോട്ടെ, ജയിലിലോ അവിടുത്തെ വാർഡനും സൂപ്രണ്ടിനും പോലും അവനെ പേടിയാ. ജയിലിലിട്ട് അവനെ എന്തെങ്കിലും ചെയ്താ പുറത്തിറങ്ങുമ്പോ ജീവിക്കാൻ പറ്റില്ലെന്നാ അവരൊക്കെ പറയുന്നേ. അതെ, അവനെപ്പറ്റി ഞാൻ കൂടുതൽ കാര്യങ്ങൾ ജയിലിൽ വെച്ചറിഞ്ഞു. ഇരട്ടച്ചങ്ങന, ഉള്ളതുരുക്ക, നാടൻ ബോംബെറിഞ്ഞ് പുകമറയുണ്ടാക്കിയിട്ടേ വെട്ടാൻ പറ്റൂ. വെട്ടുന്നതിനെയും കുത്തുന്നതിനെയും പറ്റി ചിന്തിക്കാതെ അവനെ കൂടെ നിർത്താൻ പറ്റുമെന്ന് നോക്ക്. അതിനെന്തായാലും കഴിയില്ല. പണം കൊണ്ട് വിലക്കെടുക്കാൻ പറ്റുന്നവനല്ല ജഗൻ. പിന്നെ സ്നേഹത്തിലൂടെ അവനെ കീഴ്പ്പെടുത്താൻ പറ്റൂ. എന്നാ പിന്നെ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് അവന്റെ മുന്നിൽ പോയി ചാടണ്ട. നമുക്ക് ഈ അവസ്ഥയുണ്ടാക്കിയത് ആ ഭാഗ്യലക്ഷ്മി മോളുവാ. അതിൽ തർക്കമില്ല. അവൾക്ക് സസ്പെൻഷൻ വാങ്ങിക്കൊടുത്തതിന്റെ അന്ന് രാത്രിയില്ല എനിക്ക് തല്ലുകൊണ്ടത്.
എന്നുവെച്ചാ ഇനി ഭാഗ്യലക്ഷ്മിക്കും മക്കൾക്കും തിരിച്ചടി ഉണ്ടാവുമ്പോ നമുക്കും അടി കിട്ടും. അത് നമ്മൾ ചിന്തിച്ചേ പറ്റൂ. എന്തായാലും അവളെയും കുടുംബത്തെയും ഞാൻ വെറുതെ വിടില്ല. അവർക്കെതിരെ പിടിക്കാൻ പറ്റിയ തോക്കായിരുന്നു വിജയകുമാർ. പക്ഷേ അയാളുടെ മൂത്ത മോൾക്ക് അന്നുണ്ടായ സംഭവത്തിന് ശേഷം അയാൾ എന്നെ വിളിക്കാറില്ല. അങ്ങോട്ട് വിളിച്ചാലും സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നും കാണിക്കില്ല. അതുകൊണ്ട് ദോഷമാണോ ഗുണമാണോ എന്ന് ചോദിച്ചാ ഒരു ഗുണമുണ്ട്. ഇനിയിപ്പോ ആ കുടുംബത്തിനെതിരെ എന്തെങ്കിലും ചെയ്താലും അയാളുടെ മുഖം ഓർക്കണ്ട. ഭാഗ്യലക്ഷ്മിയെ ഇളയ മോളയും ചുട്ടുകളയുകയാണ് വേണ്ടത്. ഞാൻ ജയിലിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ചെയ്യാവുന്ന ശല്യമൊക്കെ ചെയ്യും. അത് തീരുമാനിച്ചുറപ്പിച്ചിട്ടാ പുറത്തേക്ക് വന്നത്. എന്ത് ചെയ്യുമ്പോഴും ഒരാളുടെ മുഖം ഓർത്തോണം. ബുള്ളറ്റ് ജഗന്റെ. അച്ഛനും അവനെ ഭയന്നു തുടങ്ങിയില്ലേ? എടാ, നെഞ്ചു നോക്കി ഒരു ഇടി തന്ന ഞാനായാലും നീ ആയാലും തീരും. പ്രത്യേകിച്ച് അവന്റെ കയ്യിൽ നിന്ന്. ഏത് കോടീശ്വരന്റെയും അമേരിക്കൻ പ്രസിഡന്റിന്റെ കാര്യമായാലും അങ്ങനെ തന്നെ. അതുകൊണ്ട് ചാവേറായി നടക്കുന്നവനെ ഏത് പദവിയിൽ ഇരിക്കുന്നവനും പേടിച്ചേ പറ്റൂ. അത് ശരിയാ. എന്നാ പിന്നെ ചെല്ല്. മോൻ ജയിലിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞ് അമ്മ എന്തൊക്കെ ഒരുക്കി വച്ചിട്ടുണ്ട്. കുറെ നാള് ജയിലിൽ കിടന്നതല്ലേ, ഇനി വീട്ടിലെ ഭക്ഷണം കഴിക്ക്. വയ്ക്കോ. പോകാൻ മനസ്സില്ല അല്ലേ? എനിക്കൊപ്പം പോരുന്നോ? എപ്പോ ഓർത്താലും വെളി വരുമല്ലോ. ഹലോ ലാലേട്ടാ. ഓ ഭാഗ്യം, ലാലേട്ടൻ തന്നെ വിളിച്ചല്ലോ. എന്തെടുക്കുന്നു? ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുക. എന്നെ ഓർത്തിരിക്കുകയാണോ? ആയിരിക്കും, എനിക്കങ്ങനെ തോന്നി, അതാ വിളിച്ചത്. സത്യം ലാലേട്ടൻ പറഞ്ഞത്. ഞാൻ ലാലേട്ടനെ കുറിച്ച് ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. എന്നുവെച്ചാ മനസ്സുകൾ തമ്മി അടുത്തൂന്നർത്ഥം. ആ അതെ, നാളെ എനിക്കൊപ്പം ഒന്ന് പുറത്തേക്ക് വരുമോ? അത് ആ ഇയാളുടെ പേടിയൊക്കെ മാറിയില്ലേ? എവിടേക്കാ നാളെ പോവാ? അമ്മയൊന്ന് കാണണം. ഭയന്നു പോയോ? എടോ ഭയക്കണ്ടടോ, അമ്മയ്ക്ക് തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ദീപക്കുട്ടിയെ കൊണ്ടുപോയി കാണിക്കണ്ടേ? അമ്മ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ചെല്ലാതിരിക്കുന്നത് തെറ്റല്ലേ? ഞാൻ വരാം. അമ്മയെ പറ്റിയൊക്കെ ഞാൻ കൂടുതൽ പറഞ്ഞല്ലോ, അതിനനുസരിച്ച് പോയാ മതി. പിന്നെ എന്റെ അമ്മയെ പറ്റി തന്റെ വീട്ടിലുള്ള ആർക്കും അറിയില്ല. അതുപോലെ തന്നെ തന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്റെ വീട്ടിലുള്ളവർക്കും അറിയില്ല. അത് മാത്രമാണ് നമുക്കിടയിലുള്ള ടെൻഷൻ. അതൊക്കെ നേരെയാവും. ഏതായാലും അമ്മ കാണാൻ ആഗ്രഹിച്ച സ്ഥിതിക്ക് നാളെ അമ്മയെ കാണണം. ശരി ലാലേട്ടാ. ശരി, സ്വീറ്റ് ഡ്രീംസ്. എന്നെ കുറിച്ച് മാത്രം. ഗുഡ് നൈറ്റ്. എന്താ മുഖത്തൊരു ചിരിയൊക്കെ? ലാലേട്ടനായിരിക്കും വിളിച്ചത്. അതെ, നാളെ ഒന്ന് പുറത്തേക്ക് ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുക. അത് ശരി. ഇപ്പൊ കക്ഷിക്ക് ചേച്ചിയെ കാണാതിരിക്കാൻ പറ്റാതെ ആയോ? വേണ്ടെന്ന് എങ്ങനെയാ മോളെ പറയുന്നേ?
ഒരിക്കലും അങ്ങനെ പറയരുത്. ലാലേട്ടൻ ഒരുപാട് ചേച്ചിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. കല്യാണത്തിന് മുമ്പ് പുറത്തേക്കൊക്കെ ഇറക്കി ചേച്ചിയുടെ പേടി മാറ്റണമെന്ന് ലാലേട്ടൻ ആഗ്രഹമുണ്ട്. നമ്മുടെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാ ഇത്രയും നല്ലൊരാള് ചേച്ചിയെ കണ്ട് ഇഷ്ടപ്പെട്ടത്. അല്ല, എങ്ങോട്ടാ നാളെ പോകുന്നത്? അതൊന്നും പറഞ്ഞില്ല. എവിടേക്കാണെങ്കിലും ധൈര്യമായിട്ട് പൊയ്ക്കോ. ഡോക്ടർ ഇക്ബാല് ഏതായാലും ക്യാരക്ടർ ഇല്ലാത്ത ഒരാളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരില്ല. എനിക്ക് ആളെ വലിയ വിശ്വാസ. അടുത്തിരുന്ന് സംസാരിച്ചു കഴിയുമ്പോ കോൺഫിഡൻസ് കൂടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അത് ശരി. അപ്പോ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞാണോ കാണണോന്ന്? അയ്യോ, ഒരിക്കലും അല്ല. ഇനി അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല. കല്യാണത്തിന് മുമ്പ് പരസ്പരം മനസ്സിലാക്കുന്നത് വളരെ നല്ലതാ. അതോടെ പിന്നീടുള്ള ജീവിതം സ്മൂത്ത് ആയി പോയിക്കോളും. എന്നുവെച്ച് നീ ആ ഗുണ്ടയുമായിട്ടുള്ള ചുറ്റലൊക്കെ അവസാനിപ്പിച്ചേക്കണം. അയ്യോ, അയാള് നല്ലൊരു മനുഷ്യനാ. അതിനപ്പുറം ഞങ്ങള് തമ്മിൽ ഒരു ബന്ധവുമില്ല. എങ്കിലും ഇടയ്ക്ക് നീ ഓരോന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ദേ, വെറുതെ കഥയുണ്ടാക്കല്ലേ. അമ്മ അത് കേട്ടാ മതി. ഇന്നത്തെ ദിവസം പോയി കിട്ടും. നാളെ മിടുക്കിയായിട്ട് ലാലേട്ടനൊപ്പം കറങ്ങിട്ട് വാ. ഭഗവാനെ, ഗുരുവായൂരപ്പ, കാത്തുരക്ഷിച്ചോണേ. നാരായണ 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 നാരായണ. ഭഗവാനെ, കാത്തുരക്ഷിച്ചോണേ. ഈശ്വര ഭഗവാനെ, കാത്തോണേ ഭഗവാനെ. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിച്ചു. മരുമോളാകാൻ പോകുന്ന കുട്ടിയെ അമ്മാവിയമ്മയെ കൊണ്ട് കാണിക്കുന്നതേ വളരെ നല്ല കാര്യമാ. അമ്മായിയമ്മയ്ക്ക് മരുമോളെ ഇഷ്ടപ്പെടാൻ വേണ്ടിട്ടാ ഞാൻ ഇതുവരെ പ്രാർത്ഥിച്ചത്, കേട്ടോ. എനിക്ക് 1-2 വഴിപാടുകളുണ്ട് അച്ഛാ. കയറി വരുന്ന പെൺകുട്ടി നിന്റെ അമ്മയുമായി പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി ഞാൻ ഒരുപാട് വഴിപാടുകൾ നേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിന്റെ അമ്മയുടെ സ്വഭാവം മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് ഈ ജന്മം മാറും അച്ഛാ. മാറിയില്ലെങ്കിലേ എനിക്കൊരു വിലയില്ലടാ മോനെ. സ്വന്തക്കാരൊക്കെ എന്നെ കാണുമ്പോ പറയും, അവൾക്കൊപ്പം നീ എങ്ങനെ കഴിയുന്നടാന്ന്. നിന്നെയൊക്കെ കരുതിയാ ഞാൻ പിടിച്ചു നിൽക്കുന്നത്. ഓ, അല്ലെങ്കിൽ അച്ഛനെ കിട്ടിട്ട് പോയേനെ. എടാ മോനെ, നീ അമ്മയെ കാണുമ്പോ പറയണം, പുതിയ മരുമോള് വരിക, എനിക്ക് കുറച്ചുകൂടെ ഒരു വില തരാൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഒരു വില അച്ഛനമ്മ തരാൻ പോകുന്നില്ല. അത് നേരാ. പറഞ്ഞാ കേൾക്കുന്ന സ്വഭാവം അവക്ക് നേരത്തെ ഇല്ല. ഏതായാലും അച്ഛൻ ഇത്രയും നാൾ അമ്മയായി അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ഇനി അങ്ങനെ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ഇത്രയും കാലം അഡ്ജസ്റ്റ് ചെയ്ത് പോവാമെങ്കിൽ ഇനിയാണോ പാട്? എടാ, ഇനി ജീവിക്കാനാടാ മോനെ പാട്. ഇനി വാർദ്ധക്യത്തിലേക്കാ പോകുന്നത്. ആ സമയത്തും ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണമേ നിന്റെ അമ്മയ്ക്ക് പിടിക്കുള്ളെങ്കിലേ ഞാൻ ഇനിയും കിടന്ന് കഷ്ടപ്പെടണ്ടായോടാ. നമുക്കൊരു സെർവനെ സംഘടിപ്പിക്കാം അച്ഛാ. അവള് വരുന്നതിന് മുമ്പാണേ നടക്കും. വന്നു കഴിഞ്ഞാ പിന്നെ അതൊന്നും നടപ്പുള്ള കാര്യമല്ല മോനെ. അവളെ ആരെങ്കിലും പറഞ്ഞാ കേൾക്കുന്നുണ്ടെങ്കിൽ അത് നീ പറഞ്ഞാ മാത്രമാ. പിന്നെ ചാരുമോള് പറയുന്നത്. അതുകൊണ്ടാ ജയിലിൽ പോകുമ്പോ എന്നെ സ്നേഹിക്കാൻ പാകത്തിൽ അവളോട് സംസാരിക്കാൻ ഞാൻ നിന്നോട് ശുപാർശ ചെയ്യുന്നത്. ഞാൻ സപ്പോർട്ട് ചെയ്താൽ അച്ഛനെ പറഞ്ഞു പറയിപ്പിക്കുകയാണെന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നതിനെതിരായിട്ട് അമ്മ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യത്തുള്ളൂ. അതും കൂടെ അച്ഛൻ മനസ്സിലാക്കണം. ശരി ശരി, നീ പോയിച്ചു വാ. ആ പെങ്കൊച്ചിനെ അവക്ക് ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു. ജയിലിൽ കിടന്നു കിടന്ന് അവിടെ മനസ്സ് കുറെ കൂടെ പരുക്കനായെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ഞാൻ പോയിട്ട് വരാം അച്ഛാ. ജയിലിൽ എത്തുന്നതിന് മുമ്പ് നീ ആ പെങ്കൊച്ചിനോട്
നിന്റെ അമ്മയുടെ സ്വഭാവം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണേ മോനെ. അവള് വായി തോന്നുന്ന എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ചിലപ്പോ ആ പെൺകൊച്ചിന് പിടിക്കത്തില്ല. അത് അങ്ങനെയുള്ള ഒരു പെൺകുട്ടി അല്ല അച്ഛാ. ആ ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഞാൻ ദീപൻകുട്ടി അങ്ങോട്ട് പോകുന്നത്. ശരി, ഞാൻ പോയിട്ട് വരാം അച്ഛാ. ശരി. ഭഗവാനെ, ഗുരുവായൂരപ്പ, അവനെ കാത്തോണേ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. പറയുന്നത് കേൾക്കാൻ ഇഷ്ടമല്ലാത്ത കാര്യമാണെങ്കിലും കേട്ടോണ്ട് നിന്നാ മതി. ശരി. ഭയക്കൊന്നും വേണ്ട. അമ്മ പാവാ. പിന്നെ ചില ചിട്ടകളും ശീലങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് മനസ്സിലാക്കി നിന്ന ഒരു കുഴപ്പമില്ല. അമ്മേ, ഇതാണ് ദീപ. ഓ, ഇവളാണല്ലേ?